ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. കൊടുങ്ങല്ലൂർ പോണത്ത് കുടുംബക്ഷേമ സംരക്ഷണ സമിതി വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും നടത്തി. അഴീക്കോട് പുത്തൻപള്ളി 4 സീസൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി കേരള സാക്ഷരതാ മിഷൻ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഗോപിനാഥ് പനങ്ങാട് ഉദ്ഘാടനം ചെയ്തു. പ്രധാനമായും ആളുകളൊക്കെ പല സ്ഥലങ്ങളിലേക്ക് പോയി സ്ത്രീകളെല്ലാം കല്യാണം കഴിച്ച് കൊണ്ടുപോയി പുരുഷന്മാരെല്ലാം അവസരം മാറി ഔദ്യോഗികമായിട്ടൊക്കെ മാറി പനങ്ങാട് ഞങ്ങളുടെ തറവാട്ടിൽ ഒരു 2-3 ആളുകൾ മാത്രമായി അവശേഷിച്ചപ്പോൾ ഒരാഗ്രഹം തോന്നി നമുക്ക് ഇവരെല്ലാം ഒന്ന് സമ്മേളിക്കുക. അങ്ങനെ ഞങ്ങളൊരു തീയതി നിശ്ചയിച്ചത് നമുക്ക് തിരുവോണത്തിൻ്റെ ദിവസമാണ്. കാരണം തിരുവോണം എന്ന് പറയുമ്പോൾ വെജിറ്റേറിയനാണ്, അതിൻ്റെ അപ്പുറം നല്ല നോൺ വെജിറ്റേറിയൻ ഫുഡ്. ഇപ്പോൾ അതൊക്കെ ഇഷ്ടം. അപ്പോൾ നല്ല ഗ്രാൻഡായിട്ടുള്ള ഫുഡ്, അതുപോലെ തന്നെ സമ്മേളനം, പിന്നെ കുട്ടികളുടെ കലാപരിപാടികൾ, പിന്നെ കൂട്ടത്തിൽ പാവപ്പെട്ട ആരോഗ്യം അവർക്ക് ചില സാമ്പത്തിക സഹായം, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കുടുംബയോഗം നടത്തുന്നത്. പക്ഷേ കോവിഡ് ഞങ്ങളെ പറ്റിയാണ് 2 കൊല്ലം കോവിഡ് കാരണം കുടുംബയോഗം നടത്തി. അതിനുശേഷം 3-ാമത്തെ കൊല്ലം മുതൽ ആളുകൾക്കൊക്കെ പൊതുവെ ഒരു മടിയാണ്. കാരണം നമ്മൾ ഈ മാസ്ക് വെച്ചുകൊണ്ട് നടന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സോഷ്യൽ ഗ്യാതറിങ്ങിന് ആളുകൾക്ക് മടിയുള്ള സമയത്താണ് പിന്നീടുള്ള കൊലകൾ കഴിഞ്ഞത്. പോണത്ത് ബാബു അധ്യക്ഷത വഹിച്ചു. കുടുംബാംഗങ്ങളിൽപ്പെട്ട 75 വയസ്സ് പൂർത്തിയായവരെയും വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെയും വേദിയിൽ ആദരിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും MBBS എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഉന്നത വിജയം നേടിയവരെയും MBBS BAMS പ്രവേശനം ലഭിച്ചവരെയും ജീവൻ രക്ഷാപ്രവർത്തനം നടത്തിയ PS അജയനെയും ആദരിച്ചു. കൈത്താങ്ങ പദ്ധതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള സാമ്പത്തിക സഹായങ്ങളും നൽകി. NK തങ്കരാജ്, സുഭാഷ് മാങ്കര, PA കരുണാകരൻ, PS ബാലകൃഷ്ണൻ, PG ബാബുരാജ്, PK മുകുന്ദൻ, PK സുധീഷ്, PV മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ശ്രീകുട്ടി രമണന്റെ ഗാനമേളയും നടന്നു. ശ്രീകുട്ടി രമണനെ വേദിയിൽ ആദരിച്ചു. സ്വാഭാവികമായും ഒന്നാമത്തെ നേട്ടം, നമ്മുടെ കുടുംബങ്ങളിൽ ആർക്കെങ്കിലും ആപത്ത് പറ്റിയാൽ അതെന്താണെന്ന് അറിയാൻ, നാമശേഷിപ്പിക്കാൻ, അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണെങ്കിൽ അവർ സാമ്പത്തികമായി സഹായിക്കുന്ന കാര്യത്തിൽ നമുക്ക് കൂട്ടായ്മ ഉണ്ടായി. അതുപോലെ തന്നെ പോണത്തിൽ എങ്ങനെ മരണപ്പെട്ടാൽ ആ കുടുംബത്തോട് ഓടിയെത്താൻ, അവരെ സാന്ത്വനിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞത് മറ്റൊരു നേട്ടമായിട്ട് കാണാം. മറ്റൊന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ പലവർക്ക് ആപത്ത് സംഭവിക്കുമ്പോൾ ഓടിയെത്തി നാമശേഷിപ്പിക്കാൻ, സാമ്പത്തിക സഹായം കൊടുക്കുവാനും നമ്മുടെ സമിതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്നു നമ്മുടെ കുടുംബാംഗങ്ങൾ കഴിയുന്നു. അവർ കൂട്ടായ്മ, ഞങ്ങൾക്ക് പോണത്തുകാരാണ്, ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഓടിക്കൂടാൻ ആളുകൾ എന്നൊരു തോന്നൽ നമ്മുടെ പോണത്ത് കുടുംബക്ഷേമ സംരക്ഷണ സമിതിയുടെ പ്രവർത്തനം